Hi students. കഴിഞ്ഞ 2 days നമുക്ക് ക്ലാസ് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല because I was not keeping well. അപ്പോൾ ഇന്ന് വീണ്ടും നമുക്ക് ക്ലാസ്സസ് റെസ്യൂം ചെയ്യാം. ഇന്ന് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോണത് കുറച്ച് OT കേസുകളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതില് എക്സ്ക്യൂസ് മീ അപ്പോൾ അതില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് OT കേസസ് ഉണ്ട്. അപ്പോൾ യൂഷ്വലി നമുക്ക് FR-ൽ 3 OT case questions ഉണ്ട് which comes for 10 marks each. And ഈ 3 OT case-ൽ 2 OT case comes from areas like PP-ന്റെ മിക്സ് അല്ലെങ്കിൽ ഒരു മിക്സ് IFRS എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയാസിൽ നിന്ന് കുറച്ച് OT cases വരും. അതുകൂടാണ്ട് റവന്യൂ, ടാക്സ്, EPS, അതേപോലെ ലീസ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ഈ 6 ഏരിയാസ് ആണ് നമ്മൾ മെയിൻലി പറയണത്. ഈ 6 ഏരിയാസിൽ നിന്ന് നമുക്ക് എന്തായാലും യു ആർ ഗോയിങ് ടു ഗെറ്റ് 2 OT കേസസ്. ബാക്കി ഒരു OT കേസ് ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും വരാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ബാക്കി ഏരിയാസ് ഇതില് റിവൈസ് ചെയ്യണം. ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് മെയിൻലി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 6 ഏരിയാസിൽ ഇതിൽ വന്ന കുറച്ച് നല്ല OT കേസുകളാണ്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് OT കേസുകൾ ഞാൻ ഇന്ന് കാണിച്ചു തരും. ബാക്കിയുള്ള OT കേസ് നിങ്ങൾ ഇന്ന് ഇരുന്നിട്ട് കംപ്ലീറ്റ് ചെയ്തോളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ഏരിയാസിന്റെ OT കേസ് വെച്ച് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാനൊരു 2 OT കേസ് ഫ്രം റവന്യൂ, അതേപോലെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിൽ 2 OT കേസസ് ഉണ്ട്. ഒരെണ്ണം ഡിയറിംഗ് കമ്പനി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ റിവിഷൻ കിറ്റ്സിലുള്ളതാ. അപ്പൊ അടുത്തത് ഷോളർ കമ്പനി ഞാൻ ചെയ്യാം. അതേപോലെ തന്നെ പിന്നെ വരുന്നത് ഇമ്പയർമെന്റിൽ ചെസ്നട്ട് ഓൾറെഡി എന്തിലുണ്ട്, റിവിഷൻ കിറ്റ്സിലുണ്ട്. അപ്പൊ ESP കമ്പനി ഞാൻ ചെയ്യാം. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിൽ പിങ്വേ ഇല്ല, ആ പിങ്വേ ഞാൻ ചെയ്യുന്നുണ്ടാവും. അതേപോലെ അടുത്ത ദിവസം നമുക്ക് EPS-ഉം പിന്നെ മറ്റേ മിക്സ് മൾട്ടിപ്പിൾ IFRS കവർ ചെയ്യണം മിക്സ് OT കേസസും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് വിൽ ബി ഡൂയിങ് two questions from revenue, then 1 question from PPE and 1 question from impairment. ഇത്രയാണ് നമുക്ക് മെയിൻലി ഇന്ന് ഫോക്കസ് ചെയ്യേണ്ടത്. നാളെ ഞാൻ ഇത്രയും കൂടി ഓക്കെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഒരു ക്വസ്റ്റ്യനും EPS-ന്റെ ഒരു ക്വസ്റ്റ്യനും പിന്നെ മൾട്ടിപ്പിൾ ഏരിയാസിൽ നിന്ന് ഒരു 4 ക്വസ്റ്റ്യനും കൂടിയും ചെയ്യാം. ഓക്കെ അല്ലേ? വിച്ച് ഇസ് റെലവെന്റ് ഫോർ എക്സാം. അപ്പൊ എക്സാം റെലവൻസി നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? അപ്പൊ വിൽ സ്റ്റാർട്ട് വിത്ത് റവന്യൂ ഫ്രം കോൺട്രാക്ട്സിലെ ഡിയറിംഗ് കമ്പനി. അപ്പൊ ഇതിൽ തന്നെ എല്ലാവർക്കും ഞാൻ പറയണത് ഇപ്പൊ ക്ലിയർ ആണോ? സൗണ്ട് എല്ലാവർക്കും ഓക്കെ ആണോ? ഹലോ, സൗണ്ട് എല്ലാവർക്കും ഓക്കെ ആയോ? ഓക്കെ, അപ്പൊ നമുക്കൊരു OT കേസ് ക്വസ്റ്റ്യൻസിൽ ഈ OT കേസ് ക്വസ്റ്റ്യൻ സ്പെസിഫിക്കലി ഞാൻ എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ OT കേസ് ക്വസ്റ്റ്യൻ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു OT കേസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എക്സാം വരുന്ന സമയത്ത് ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഇസ് നേരെ ക്വസ്റ്റ്യനിലോട്ട് വരാം. വാട്ട് ഇസ് ദി ക്യാരിങ് എമൗണ്ട് ഓഫ് ഇൻവെന്ററി ഇൻക്ലൂഡഡ് ഇൻ ഡിയറിംഗ് കമ്പനി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? On 31st March 2007 in respect of grade A and grade B goods. Okay അല്ലേ? ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പൊ ഇൻവെന്ററിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദിസ്. Dieringo company sells goods supplied by Guna company
Goods are classed as A grade perfect quality or B grade having slight faults. Deering Company sells A grade goods as an agent of Guna Company at a price that gives a gross profit margin of 50%. Deering Company receives a commission of 12.5% on these sales. Deering Company sells B grade goods as a principal and the gross profit margin is 25%. It provides the following information. Inventory held in premise, A grade എത്ര, B grade എത്ര, പിന്നെ goods from Guna Company 18,000 of A grade, B grade 8,800. Inventory held in premise at 2017 is 2125. ഇതാണ് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇവിടെ നമുക്കറിയേണ്ടത് 31st March 2017 നമ്മുടെ ഇൻവെന്ററിയിൽ ഏത് ഗുഡ്സ് കാണും? നിങ്ങൾ എന്നെ പറഞ്ഞു നമ്മുടെ ഇൻവെന്ററിയിൽ ഏത് ഗുഡ്സ് കാണാം? എ ഗ്രേഡ് ആണോ ബി ഗ്രേഡ് ആണോ? എ ഗ്രേഡ് നമ്മൾ ഏജന്റ് മാത്രമല്ല മക്കളെ. ഏജന്റ് ആണെങ്കിൽ നമ്മളാണോ പ്രിൻസിപ്പൽ? അല്ല, നമ്മൾ ഏജന്റ് മാത്രം. അങ്ങനെയാണെങ്കിൽ ആ ഇൻവെന്ററി നമ്മുടെ ആണോ? അല്ല, ആ ഇൻവെന്ററി ആരുടെ ആയിരിക്കും? ഗുണ കമ്പനീന്റെ ആയിരിക്കും. നമ്മുടെ ഇൻവെന്ററി എന്ന് പറയുന്നത് ഏത് മാത്രമാണ്? ബി ഗ്രേഡ് ഇൻവെന്ററി മാത്രമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ആ ബി ഗ്രേഡിന്റെ മാത്രം നോക്കുകയാണെങ്കിൽ ഇയർ എൻഡിൽ നമ്മുടെ എത്ര ഗുഡ്സ് ഉണ്ട്? 1250 ഗുഡ്സ് ഉണ്ട്. അപ്പൊ 1250 ഇവിടെ ഒരു സാധനം പോലും നമുക്ക് സോൾവ് ചെയ്യാനില്ല കേട്ടോ. അപ്പൊ എ ആണ് 1250. നമുക്ക് കൺഫേം ചെയ്യാം. യെസ്, വി ഹാവ് ഗോട്ട് ദി ആൻസർ കറക്റ്റ്. ഇനി നമുക്ക് ട്യൂട്ടോറിയലിലോട്ട് നോക്കാം. Deering is acting as the agent for the sale of A grade products and therefore will not recognize any inventory for A grade products. But B grade goods belong to Deering and will be recognized in the statement of financial position. Okay അല്ലേ മക്കളെ? അടുത്തത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അവർ ചോദിക്കുന്നത്? What amount of revenue should Deering Company recognize in the statement of profit and loss in the year ended 31st March in relating to supply of A grade goods? A grade goods in the supply ചെയ്യുന്നതിന് ഇവർക്ക് എന്ത് മാത്രമേ കിട്ടണുള്ളൂ? They are getting a commission of 12.5% on the sales. ആ 12.5% ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണിക്കേണ്ടത്. അപ്പൊ നമ്മൾ കാണിക്കുമ്പോ 12.5 കിട്ടണമെങ്കിൽ first thing we have to understand that Deering sells A grade products as an agent which gives them profit margin of 50%. അപ്പൊ 50% profit margin കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം? We have to find the cost of goods sold. അതിന്റെ മുകളിൽ 50% will get the selling price. അതിന്റെ മുകളിൽ 12.5% we are going to get നമ്മുടെ കമ്മീഷൻ. അപ്പൊ വാട്ട് ഈസ് ദി സെല്ലിംഗ് പ്രൈസ്? അതാണ് ഏറ്റവും ആദ്യം നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഇവിടെ അല്ല മീൻസ് വാട്ട് ഈസ് ദി കോസ്റ്റ് ഓഫ് സെയിൽസ്? നമുക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ഇൻവെന്ററി എത്ര ഉണ്ടായിരുന്നു? 2400 പ്ലസ് ഇനീഷ്യലി പർച്ചേസ് എത്ര ഉണ്ടായിരുന്നു? 18,000 ലെസ് ക്ലോസിംഗ് ഇൻവെന്ററി 2000. അപ്പൊ ഇത്ര മാത്രം ചെയ്താൽ എത്ര വരും നോക്കിയേ? 2400 plus 18,000 minus 2,000. You're going to get 18,400. 18,400 plus 50% എന്ന് പറയുമ്പോ 50% profit margin അല്ലായിരുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക? into 100 divided by 50. അങ്ങനെ ചെയ്യുമ്പോ നമുക്ക് എത്ര കിട്ടും? കാൽക്കുലേറ്റർ എടുത്തൊന്ന് കുത്തി നോക്കി വരാം കേട്ടാ. എത്ര കിട്ടും നമുക്ക്? We'll get 36,800. നമുക്ക് എത്ര കിട്ടും? 36,800. എല്ലാരും ഒന്ന് ചെയ്ത് നോക്കിയാ മക്കളെ. എങ്ങനെയാണ് ആദ്യം കോസ്റ്റ് ഓഫ് സെയിൽസ് കണ്ടത്? ഓപ്പണിംഗ് that is 2,400 plus 18,000 that is your purchase minus closing that is 2,000. You get cost of sales. Cost of sales divided by 50 into 100. എത്ര കിട്ടി? You get 36,800. എല്ലാവർക്കും ഇത് കിട്ടിയോ നോക്കിയേ? 36,800 എല്ലാവർക്കും കിട്ടിയോ?
Okay. ആ 36,800 ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. ആ സെല്ലിംഗ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ്? 12.5%. അപ്പൊ ഇവിടെ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ. യെസ്, 36,800ന്റെ എത്ര പെർസെന്റേജ്? 12.5 അല്ലേ? നമുക്ക് എന്റെ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് സ്റ്റക്കായി. You get 4,600. ഇവിടെ 3 zeros കുറച്ചിട്ടാണ് ഫുൾ ആൻസർ വേണം എവിടെ എഴുതാൻ വേണ്ടിയിട്ട്, ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എത്ര എഴുതും? 4,600 1 2 3 000. ഓക്കെ അല്ലേ? എപ്പോഴും ആ ഫുൾ എമൗണ്ട് ആണോ എന്നുള്ളത് നോക്കാട്ടോ. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? What is the amount of revenue which daring company should recognize in its statement of profit and loss for the year ended 31st March relating to the sale of carpets? അപ്പൊ നമ്മളോട് ഇപ്പൊ കാർപ്പറ്റിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അടുത്തത്, it sells carpets through several retail outlets in the past. Daring took the responsibility for fitting the carpets. Although the customer pay for carpets at time to time, did not recognize for sales value until the carpets had been fitted. Okay. ഇതില് stop providing because no longer responsible for carpet fitting. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. Sales from retail outlets were 23,000 in March. Sales value of carpets fitted in 14 days up to 14th April 2016 were 1,200, and sales value of carpets fitted within 14 days to 14th April 2017 as 1,600. The sales value of carpets fitted in the 14 day to 1416 are not included in the annual sales figure of 23, but those for the 14 days from 14th April to 2017 are included in the annual sales. അപ്പോൾ ഈ annual sales ന്റെ ഉള്ളിൽ എന്ത് include ചെയ്തിട്ടുണ്ട് മക്കളെ? ഈ 23ന്റെ ഉള്ളിൽ ഈ 1,600 include ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? നമ്മുടെ ഇയർ എൻഡ് 31st March 2017. അപ്പൊ 1st April 2016 തൊട്ടുള്ള എല്ലാ സാധനങ്ങളും എന്തിൽ വരണം? റവന്യൂല് വരണം. അപ്പൊ ഈ 23 ഫുള്ളി എന്തിൽ വരണം? റവന്യൂല് വരണം. പ്ലസ് എന്തും കൂടി വരണം? ഈ 1,200 വരണം. കാരണം അത് 1st April to 14th April ഉള്ളിൽ വന്ന റവന്യൂ ആണ്. അപ്പൊ ഏതായിരിക്കും നമ്മുടെ ഓപ്ഷൻ? We'll have 23 plus 1,200, which is 24,200, 24.2 million, which is C. Okay അല്ലേ? Okay. Remember, revenue will include carpets sold in the current year, 23,000 plus carpets sold in the previous year, that is 1,200, on which revenue was not previously recognized. Is that okay ആണോ? ഇനി നെക്സ്റ്റ്. ഇതില് നമ്മളോട് പറഞ്ഞത് IAS8 accounting policy change in accounting estimate error state that any change in the accounting policy should be accounted for by a retrospective adjustment to the financial statement. Will list a change in estimated should be accounted prospectively. Identify by clicking on the relevant box how Dioringo should account for the new method of selling carpets and the change in the method of depreciation. New method of selling carpets.
കാർപ്പറ്റ്സ് എങ്ങനെയാണ് സെല് ചെയ്യണത്? നമ്മള് കാർപ്പറ്റ് അവിടെ പോയി ഫിറ്റ് ചെയ്താൽ റവന്യൂ ആയിട്ട് കാണിക്കും. അപ്പൊ കാർപ്പറ്റ് സെല് ചെയ്ത് മുന്നോട്ടേക്കാണ് ആ സാധനത്തിന്റെ എഫക്ട് വരുന്നത്. അപ്പൊ കാർപ്പറ്റ്സ് എന്തായിട്ടാണ് വരുന്നത്? പ്രോസ്പെക്റ്റീവ്ലി ആയിട്ടല്ലേ വരുന്നത്. അതേപോലെ തന്നെ ഡെപ്രീസിയേഷൻ ചേഞ്ച് എസ്റ്റിമേറ്റ് ആയതുകൊണ്ട് പ്രോസ്പെക്റ്റീവ്ലി ആണ് അതും. അപ്പൊ രണ്ടും പ്രോസ്പെക്റ്റീവ്ലി. യെസ്, ഓക്കെ അല്ലേ? ഇതായിരുന്നു ഇതിൽ ഏറ്റവും ഈസി ക്വസ്റ്റ്യൻ ശരിക്കും പറയുകയാണെങ്കിൽ. ഓക്കെ, ഇനി which of the following factors would indicate that Diaringo transferred carpets to another party as a part of consignment agreement? Consignment ആയിട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Consignment ആയിട്ട് ഏതായിരിക്കും? Diaringo can require the other party to transfer the carpets to the third party. Yes. The carpets are controlled by Diaringo until the other party sells them or 6 months have passed, whichever is earlier. ഏതാണ് ഇതില്? ഡിയറിംഗോന് എന്തുണ്ട്? ഇവിടെ നമ്മളോട് ചോദിച്ചത് കാർപ്പറ്റ്സിന്റെ കേസിലല്ലേ? കാർപ്പറ്റ്സിന്റെ കേസിൽ മൊത്തം ഒന്ന് വായിച്ചേ. Because the fitting and service until from 1st April, Diaringo stopped providing fitting and service because the company no longer has the responsibility for fitting the and decided to recognize sales revenue when carpets are ordered എന്ന് പറഞ്ഞിട്ടുണ്ട്. And വേറെ എന്തെങ്കിലും ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. അപ്പൊ ഡിയറിംഗോ ക്യാൻ റിക്വയർ ദി അതർ പാർട്ടി. എ കറക്റ്റ്, 1 എന്തായാലും കറക്റ്റ് ആണ്. Carpets are controlled by Diaringo company until the other party sells them. അതും കറക്റ്റ് ആണ്. Or 6 months have passed. 6 months have passed നെ കുറിച്ച് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കിയേ. ഇവിടെ ഓർഡർ ചെയ്താൽ തന്നെ ഇതാവുന്നല്ലേ പറയണത്. ഇവിടെ കൺട്രോൾ ബൈ ഡിയറിംഗോ കമ്പനി അൺടിൽ എന്താ പറയാ they sell them or 6 months have passed whichever is earlier എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഉള്ളില് ഇവർക്ക് വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ ഡിയറിംഗോന് തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഡിയറിംഗോ അവിടെ തന്നെ കാർപ്പറ്റ്സിനെ വെക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബോത്ത് 1 and 2. യെസ്, അപ്പൊ both indicate that Diaringo has transferred the carpets to another party as a part of consignment arrangement. No revenue would be recognized until earlier the date of carpets have been sold onwards or 6 months, and the carpets would remain in the inventory acting as a principal in the agreement. Diaringo can require the transfer still indicates that it controls the carpets. Okay അല്ലേ? ഇനി കിറ്റില് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കുറവാണ്. കിറ്റില് ഉള്ള ക്വസ്റ്റ്യൻസിനെക്കാട്ട് ഇത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അതുകൊണ്ട് കിറ്റിൽ ഇല്ല എന്ന് പറഞ്ഞ ഇതിൽ നിന്ന് പിക്ക് ചെയ്യണത്. കുറെ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട് വിച്ച് ആർ ദെയർ ഇൻ ദി കിറ്റ് ഓൾസോ. അപ്പൊ അതുകൊണ്ട് മാറ്റി നിങ്ങൾ എന്തായാലും കിറ്റ് ആയിരിക്കും സോൾവ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫിൽട്ടർ ചെയ്തെടുത്ത് കാണിച്ചു തരുന്നതാണ്. സോ ഡോണ്ട് വറി, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. ഇത് അത്രയും ഡിഫിക്കൽട്ട് അല്ല. ദി ഓൺലി തിങ് ഇസ് ദാറ്റ് ഇവര് ചോദിക്കണ ചില തിയറീസ് ചോദിക്കുന്നത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമുക്ക് ക്യാമ്പൽ ചെയ്ത് നോക്കാം. ഓക്കെ, ക്യാമ്പലും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കോൺട്രാക്ടിന്റെ ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യനും കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് റവന്യൂന്റെ
അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റാത്ത ടൈപ്പ് 2 ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളത് പിന്നെ ഒരെണ്ണുള്ളത് മറ്റേ 5 സ്റ്റെപ്സിനെ ബേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ സ്റ്റഡി ഹബ്ബ് വായിച്ചാൽ തന്നെ കിട്ടുന്ന സാധനങ്ങളാണ്. പിന്നെ നമുക്ക് PPയിലോട്ട് കിടക്കാം. ഓക്കെ അല്ലേ? First one, identify by clicking on relevant boxes in the table below whether each of the following correctly reflect how revenue should be recognized in accordance with IFRS 50 revenue with contracts. Okay അല്ലേ? ഇനി ആദ്യത്തെ revenue should be recognized as the entity satisfies a performance obligation. Correct ആണോ? Yes, correct ആണ്. Progress towards completion of a contract should be measured solely on input basis. No, there is input as well as output method. Okay അല്ലേ? അപ്പോൾ ഒരെണ്ണം കറക്റ്റും ഒരെണ്ണം ഇൻകറക്റ്റും. ഓക്കെ ആണോ? അടുത്ത question. Which of the following items would not recorded in the financial statement of 2018 for Campbell in respect of contract 2? Contract 2 which one would not be recorded in the financial statements എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതില് commenced in December 2018 and expected to generate a profit of 3 million. It is too early in the contract to assess progress towards completion. Campbell has spent 0.2 million so far, all of which is expected to be recovered from the customer when it sends the invoice in 2019. അപ്പൊ നമ്മൾക്ക് ഇവിടെ 10% അടിയിൽ പ്രോഗ്രസ് ആ സിറ്റുവേഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വേറെ നമുക്ക് ആ പ്രോഗ്രസ് കറക്റ്റ് ആയിട്ട് അസസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ revenue will be equal to cost of sales, which is 0.2 revenue, 0.2 cost of sales, and you can bill the customer for 0.2. That is, you will have a contract asset of 0.2, but you will not have a contract liability over here. Okay അല്ലേ? അപ്പൊ D ആണ് ആൻസർ വരേണ്ടത്. ഇപ്പൊ എല്ലാവർക്കും ഓക്കെ ആണോ? ഹലോ, ഇപ്പൊ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്യാമ്പൽ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ഈ ട്രാൻസാക്ഷൻ. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞു Campbell offers its customers an accessory for the equipment that it sells in contract 3. Campbell company does not manufacture the accessory itself, but it has an agreement with the manufacturer to sell the accessory on the manufacturer's behalf. Campbell company places an order with the manufacturer and manufacturer delivers the accessory directly to the customer. The customer pays Campbell for the accessory and Campbell deducts 3% commission before paying to the manufacturer. അപ്പൊ ഇതില് നമ്മൾ ഏറ്റവും ആദ്യം എന്താണ് നോക്കേണ്ടത്? എത്രയാണ് നമുക്ക് കിട്ടുക? കമ്മീഷൻ 3%. 50,000 3% is 1,500. ഇതാണ് should be recognized in revenue of Campbell when the accessory has been എന്ത് ചെയ്ത് കഴിഞ്ഞാൽ delivered and accepted by the customer. Okay അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ?
എല്ലാരും ഒന്ന് റീഫ്രഷ് ചെയ്തൊക്കെ ലൈവ് കറക്റ്റ് ആവുന്നുണ്ടോന്ന്. എന്നിട്ട് വേണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഈ ഫോർത്ത് ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടി പറഞ്ഞിട്ട് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ അല്ലേ? അപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യനില് Campbell company offers a customer an accessory for its equipment it sells in contract 3. Campbell does not manufacture the accessory but has an agreement with the manufacturer to sell the accessory on manufacturer's behalf. അപ്പൊ നമ്മൾ ഏജന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് മാത്രം കിട്ടും? കമ്മീഷൻ കിട്ടും. അവർ 50,000 ഒരു സാധനം വിറ്റ് അതിന്റെ 3% ആയ 1,500 നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാം റവന്യൂ ആയിട്ട്. ആൻഡ് അത് എപ്പോ മാത്രമാണ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക? when is delivered and accepted by the customer. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടി റീവിസിറ്റ് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞത് കോൺട്രാക്ട് 3ന്റെ ബേസിസിലാണ്. അപ്പൊ കോൺട്രാക്ട് 3 എന്ന് പറയുന്നത് 2.63 റവന്യൂല് കാണിച്ചു. The sale includes 0.4 of installation and equipment of installation of the equipment and 0.2 million relating to 12 months after sales. ഇത് ശരിക്കും ഇൻസ്റ്റാൾ ചെയ്ത 1st July 2018 നമ്മളോട് 31st December 2018 ആണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ 6 months കഴിഞ്ഞിട്ടുള്ളൂ. 12 monthsനാണ് 0.2 million. അപ്പൊ 0.1 million ആണ് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ടോട്ടൽ റവന്യൂന്ന് 2.36 million ഇതിന്റെ 6 മാസത്തെ 0.1 എടുത്തു കളയണം. കാരണം 6 മാസം ഇതുവരെ നടന്നിട്ടില്ലല്ലോ. എന്നിട്ട് വേണം നമ്മൾ കാണിക്കാൻ. അപ്പൊ 2.26 കിട്ടും. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഇപ്പൊ തേർഡ് വൺ ഓക്കെ ആണല്ലോ, ഫോർത്ത് വൺ ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഫിഫ്ത് വണ്ണിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഫിഫ്ത് വണ്ണില് വാട്ട് റവന്യൂ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് കോൺട്രാക്ട് 1? Statement of profit and loss 30th December 2018 and in answer should be in millions to 1 decimal point എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ ചെയ്തോളൂ. The total price എത്രയാണ്? 9 million ആണ്. Total costs are expected to be 7 million. The progress towards completion is 90% and the progress was measured 20% for the year ഏത്? 2017. അപ്പൊ നമുക്ക് വേണ്ടത് 2018 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നേരെ 9 millionന്റെ എത്ര പെർസെന്റേജ് എടുക്കും? 90%. 9 millionന്റെ 90% എത്ര വരും? പറഞ്ഞ 9 million into 90% എന്ന 0.9 8.1 വരും. അതേപോലെ തന്നെ നമ്മള് 9 millionന്റെ 20% കഴിഞ്ഞ കൊല്ലം കാണിച്ചില്ലേ? അപ്പൊ into 0.2 അപ്പൊ എത്ര വന്നു? 1.8. അപ്പൊ 8.1 നിന്ന് 1.8 കളയാം. 8.1 minus 1.8 അപ്പൊ എത്ര കിട്ടി? 6.3. 1 decimal പോയിന്റിൽ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 6.3 ഓക്കെ ആണോ? കറക്റ്റ്. ഓക്കെ അല്ലേ? കണ്ട, റവന്യൂന്റെ ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് അല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ മക്കളെ? ഇനി നമുക്ക് അടുത്തത് എന്ത് ചെയ്യാം? ഒരു PPന്റെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ആ 70% ആണ് കറന്റ് ഇയർ. അങ്ങനെയും ചെയ്താൽ മതി. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റില് ഷോളർ കമ്പനി എടുക്കാം.
യെസ് എല്ലാം അതുണ്ട്. അതായത് 10% അതിന്റെ അടിയിലേക്ക് വർക്ക് കംപ്ലീറ്റഡ് ആയിട്ടുള്ളെങ്കിൽ നമ്മൾക്ക് പ്രോഫിറ്റ് കാണിക്കാൻ പറ്റില്ല. അതായത് യുവർ റവന്യൂ വിൽ ബി ഈക്വൽ ടു യുവർ കോസ്റ്റ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ എത്രയാണോ ചെലവ് വന്നത് അത്രയാണ് റവന്യൂ ആയിട്ടും കാണിക്കുക. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതില് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദി ഒറിജിനൽ എമൗണ്ട് ഓഫ് എൻവയറമെന്റൽ പ്രൊവിഷൻ on 1st October 2013? നമ്മളോട് എൻവയറമെന്റൽ പ്രൊവിഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? Solar manufacturing company, the main item of the plant and furnace. It has two components, main body 60,000 including an environmental provision, see below, which has a 10-year life and replaceable lining of 10,000 every 5 years. Solar receives a government grant of 12,000. Okay, the manufacturing process docs main body ഇത് environmental provision എത്രയുണ്ട്? 18,000. എത്രയാണ്? 18,000. ഡിസ്കൗണ്ട് റേറ്റ് എത്രയുണ്ട്? 8% per annum ഉണ്ട്. ഇത് ഏത് ഡേറ്റിന്റെ ആണ്? 30th September 2015, 2 years after acquisition. നമ്മളോട് ഏത് ഡേറ്റിന്റെ ആണ് ചോദിച്ചത്? 1st October 2013 ആണ് ചോദിച്ചത്. അപ്പൊ എത്ര കൊല്ലം പുറകോട്ട് വരണം? 2 years പുറകോട്ട് വരണം. എങ്ങനെയാ ചെയ്യാ? 18,000 into 1 divided by 1.08 raised to 2. സോൾവ് ചെയ്ത എല്ലാരും എത്ര പേരുണ്ട് നോക്കിയേ. യെസ്, സി 15432 കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ അല്ലേ? അടുത്തത്, what is the carrying amount of government grant in the statement of financial position at 30 September 2016? അപ്പൊ ഗവൺമെന്റ് ഗ്രാന്റ് എത്രയുണ്ട്? നമുക്ക് 1000 അല്ല, ഗവൺമെന്റ് ഗ്രാന്റ് 8,400 ഉണ്ട് നമുക്ക്. ഓക്കെ, നോൺ കറന്റ് ലയബിലിറ്റിയില് ഏത് ഡേറ്റിന്റെ ബേസിസില്? ഇതെന്ന് പറയുന്നത് ഏതാണ്? 30th September 2015 ബേസിസിൽ നമുക്ക് ടോട്ടലി എത്ര ഗ്രാൻഡ് ഉണ്ടായിരുന്നു നോൺ കറന്റ് ലയബിലിറ്റിയില്? 8,400 ഉണ്ടായിരുന്നു നോൺ കറന്റ് ലയബിലിറ്റിയില്. അപ്പൊ അടുത്ത കൊല്ലത്തിലേക്ക് നമ്മൾ അടയ്ക്കാൻ പോണത് എന്താണ്? 1,200 which is current liability. അപ്പൊ ഇത് നോൺ കറന്റ് ലയബിലിറ്റിയിലല്ലേ 8,400 ഉള്ളത്? നമ്മളോട് എന്താ ചോദിച്ചത്? The total carrying amount of government grant ആണ് ചോദിച്ചത്. ഇത് അടുത്ത കൊല്ലം സെറ്റിൽ ആവാൻ പോണത് ഈ 1,200 ആണ്. എന്നാലും ബാക്കി ടോട്ടൽ ഗ്രാൻഡ് എത്ര ബാക്കി ഉണ്ടാവും? 8,400 ബാക്കി ഉണ്ടാവും. അപ്പൊ ഡി ആവണം ആൻസർ. ഓക്കെ അല്ലേ? യെസ്, ദാറ്റ് ഇസ് ഇപ്പൊ ശരിക്കും നിങ്ങളുടെ ഗ്രാൻഡ് എത്ര ഉണ്ടെന്ന് അറിയാം? 9,600 ഗ്രാൻഡ് ഉണ്ട്. അതിൽ 1,200 അടുത്ത കൊല്ലം ആവുമ്പോഴേക്കും സെറ്റ് ആവും. ബാക്കി 1,200 കൂടിയും സെറ്റ് ആവണമെങ്കിൽ ഇനിയൊരു കൊല്ലം കൂടി കഴിയണം. അപ്പൊ ശരിക്കും ടോട്ടൽ ഗ്രാൻഡ് ആയിട്ട് എത്ര ഉണ്ടാവും? 8,400 ഉണ്ടാവും. ഓക്കെ അല്ലേ മക്കളെ? ഇത് ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടാണ് അവർ തന്നത്. ഡേറ്റ്സ് വെച്ചിട്ടാണ് നിങ്ങളെ ശരിക്കും കൺഫ്യൂസ് ചെയ്യാൻ നോക്കിയത്. ഗുഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കണ്ട, പി പിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ മൊത്തം പി പി മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും വരുന്നില്ല. നിങ്ങൾക്ക് വരുമ്പോ ഒക്കെ എങ്ങനെയാ വരുന്നത്? എന്തെങ്കിലുമൊക്കെ മിക്സ് ആയിട്ടാണ് എപ്പോഴും വരുന്നത്. ഓക്കെ, വാട്ട് amount of depreciation expense
What amount of depreciation expense should be recognized in the statement of profit or loss in the year ended 30th September 2016 ആണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് എത്ര കാണിക്കാൻ പറ്റും? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡെപ്രീസിയേഷൻ അല്ല. അപ്പൊ ഒന്ന്, നമുക്കിവിടെ മെയിൻ ബോഡി ഉണ്ട്. മെയിൻ ബോഡിന്റെ വാല്യൂ എത്രയെന്ന് വാങ്ങിയപ്പോൾ 60,000. 10 years life. 60,000 divided by 10, you'll get 6,000. പിന്നെ അതേപോലെ replacing liner, 10,000 divided by 5, which you get 2,000. 6,000 and 2,000 കൂട്ടി കഴിഞ്ഞാൽ you'll get 8,000 as depreciation. B should be the answer. Okay അല്ലേ? കറക്റ്റ് ആണ്. മെയിൻ ബോഡി റീപ്ലേസ്മെന്റ് ലൈനർ. ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which of the following disclosures of government grant is required under IAS 20 for government grants and disclosure and government assistance? Accounting policy adopted for government grant എന്തായാലും ഡിസ്ക്ലോസ് ചെയ്യണം. നേച്ചർ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ഗവൺമെന്റ് ഗ്രാന്റ് ഡിസ്ക്ലോസ് ചെയ്യണം. Unfulfilled conditions and other contingencies attached അതും ഡിസ്ക്ലോസ് ചെയ്യണം. 1, 2, 3 മൊത്തം ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following explains the effect of the new environmental legislation? On 1st April 2016, government introduced further environmental legislation which requires solar to fit anti-pollution filters into furnace within 2 years. An environmental consultant has calculated that fitting these filters will reduce Shoal's environmental cost, for which provision has been made by 33%. At 30 September 2016, we have not yet fitted any filters. Provision should be made immediately. A provision should be made within next 2 years. A provision should be made immediately, and current environmental cost should be reduced. ഒന്നുമില്ല. നമ്മളോട് എന്താ പറഞ്ഞത്? Government introduced a further environmental legislation which requires solar company to fit anti-pollutant filters into its furnace within 2 years. അപ്പൊ എന്ന് ഫിറ്റ് ചെയ്യുന്നു അന്ന് ഫിറ്റ് ചെയ്താൽ മതി. അതിന് പ്രൊവിഷൻ വെക്കേണ്ട ആവശ്യമില്ല. So there is no effect. Okay അല്ലേ? ഇത്രയാണ് നമുക്ക് ഏതിന്റെ ബേസിസിൽ ഉണ്ടായിരുന്നത്? PPന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മറ്റേ ക്വസ്റ്റ്യൻ കിറ്റിലുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു സെക്കൻഡ്. സ്റ്റാർട്ട് ചെയ്താലോ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കേണ്ടത് we'll go with financial instruments നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ഒരു മേജർ സ്റ്റാൻഡേർഡ് എടുക്കാം. How many equity shares will be issued if all of the convertible loan note holder converts the notes into equity on conversion date? എത്രയായിരിക്കും കൺവേർട്ട് ചെയ്യാൻ? എങ്ങനെയാണ് അവർ കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത്? On 31st March, the loan holder can choose between conversion of 20 equity shares for every $100 loan note. Upper divide by 100 into 20, 10 million. Upper 10,000 divided by 100 into 20. എത്ര വരും? ഒന്നാലോചിച്ച് 2000 വരും. അപ്പോൾ 2000,000. B should be your answer.
Okay അല്ലേ? അടുത്തത്, what amount will the convertible loan note be recognized in the statement of financial position? അപ്പോൾ ആസ് ഓൺ 1st April 2015 എന്ന് പറയുന്നത് ഈ ഡേറ്റ് ആണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി? നമ്മുടെ ലയബിലിറ്റി പാർട്ട് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ ലയബിലിറ്റി പാർട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാ? 10,000 into 10,000 into 3% into cumulative. Cumulative എത്ര വരും എന്ന് പറഞ്ഞാൽ 0.93 plus 0.86 plus 0.79. എത്ര cumulative വരാ? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞ മക്കളെ. 2.58. The 7,744 plus 7,900 and 744 will give you 8.674. A ആണ് ആൻസർ വരേണ്ടത്. കറക്റ്റ്. ഓക്കെ അല്ലേ? ഇവര് പക്ഷെ എല്ലാ കൊല്ലത്തും എടുത്തിരിക്കാം. നമുക്ക് അങ്ങനെ എടുക്കണ്ട. നേരെ 300 into cumulative കൊടുക്കാം. എന്നിട്ട് 10,000 into third year എടുത്താൽ മതി. ഓക്കെ. ഇനി അടുത്തത്, which of the following cost behavior pattern describes how the finance cost will be expense to profit and loss over the 3-year term of convertible loan note? Okay അല്ലേ? അപ്പൊ which of the following cost behavior pattern best describes the finance cost will be expense to profit and loss? കൺവേർട്ടബിൾ ലോൺ നോട്ട് പ്രകാരം ഫിനാൻസ് കോസ്റ്റ് എങ്ങനെയായിരിക്കും എക്സ്പെൻസ് ചെയ്യുക? എല്ലാ കൊല്ലവും ഇവിടെ കൂപ്പൺ ചെറുതായിട്ട് എല്ലാ കൊല്ലവും നമ്മുടെ ഇൻട്രസ്റ്റ് കൂടി കൂടി പോകും. അപ്പൊ ലോ ഇൻ ഇയർ 1, ഇൻക്രീസിങ് ഇൻ ഇയർ 2 ആൻഡ് ഇയർ 3. എ ആണ് വരേണ്ടത്. ഓക്കെ. കൂപ്പൺ വലുതാണെങ്കിൽ തിരിച്ചു വന്നേനെ. ഓക്കെ അല്ലേ? അടുത്തത്, how should any gain on disposal of equity investment be accounted for when they are sold? Equity investments എങ്ങനെയാണ് recognize ചെയ്യുക? Recognize any gain immediately in profit and loss. Recognize any gain in comprehensive income and reclassify cumulative gain to profit and loss. Recognize any gain on other comprehensive income but do not reclassify. Recognize any gain directly in equity. അപ്പോൾ നമ്മൾ നോക്കുന്ന number of loan assets classified at fair value through other comprehensive income ആണ്. അപ്പോൾ അത് വിറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇനീഷ്യലി ഗെയിൻ ഒക്കെ എവിടേക്ക് എടുക്കണ്ടാവുക? കോംപ്രിഹെൻസീവ് ഇൻകത്തിലായിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് എന്ത് ചെയ്യണം? റീക്ലാസിഫൈ ചെയ്യണം. അപ്പൊ ഏതാണ് ആൻസർ? ബി ആണ് ആൻസർ വരാ. യെസ്. ഓക്കെ അല്ലേ? ഓക്കെ മക്കളെ, അത് ഫെയർ വാല്യൂ ത്രൂ OCI ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടാ. ഇനി അടുത്തത്, in accordance with IFRS 9 financial instruments, under what circumstance must a loan asset be classified at fair value through other comprehensive income? The entity's business model has to hold the asset and collect cash flows.
to eliminate the mismatch under fair value option. The asset is expected to be held until its maturity. The entity's business model is to hold the asset, collect contractual cash flows and sell the asset. അതാണ് OCI എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഏതാണ്? Entity's model is to hold the asset and to collect contractual cash flows. ഇത് മാത്രമാണെങ്കിൽ it is amortized cost. അതേപോലെ expect to hold until maturity, amortized cost. Eliminate any accounting mismatch using fair value option അല്ല, അങ്ങനെ ഒരു സാധനം ഇല്ല നമുക്ക്. Instead ഇതാണ് fair value through OCI. P&L ആണെങ്കിൽ നമ്മൾ എന്തെല്ലാം കാണിക്കുക? അതിനെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരിക്കും നമ്മൾ. ഓക്കെ അല്ല, മെച്ചൂരിറ്റി ഹോൾഡ് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടാവില്ല. അപ്പൊ ഡി ആണ് ആൻസർ വരേണ്ടത്. ഓക്കെ അല്ലേ? ഇത്രയാണ് നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ നോക്കിയ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിലല്ലേ മെയിൻലി ഒരു 3 ഈസി ക്വസ്റ്റ്യൻ ഇട്ടാണ് നമുക്ക്. പിന്നെ അല്ല 2 ഈസി ക്വസ്റ്റ്യൻ, ദാറ്റ് വാസ് കാൽക്കുലേഷൻ, ബേസിക് ആയിരുന്നു. പിന്നെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത്, പക്ഷെ അവർ ഈ തിയറി ഇട്ടിട്ട് നമ്മളെ കുഴപ്പിക്കാനാണ് നോക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ തന്നിട്ടുണ്ടായിരുന്നില്ലേ ഒരു ടേബിൾ വരച്ചിട്ട്, ആ ടേബിൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റിയാണ്. അപ്പൊ അതാ ഞാൻ പറയുന്നത്, തിയറി കുറെ ഉണ്ട് ടെക്സ്റ്റ് ഒക്കെ നോക്കുമ്പോൾ, അതുപോലെ സ്റ്റഡി ഹബ് നോക്കുമ്പോൾ, പക്ഷെ എല്ലാം ഞാൻ കൺസൈസ് ചെയ്ത് ആ 3 ടേബിളിലോട്ട് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഫിനാൻഷ്യൽ അസറ്റ്സിൽ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു ടേബിള്, ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു ടേബിൾ ആയിട്ട്, അപ്പൊ നിങ്ങൾക്ക് ഈസിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആ സാധനം വെച്ചിട്ട് മാത്രം ചെയ്താൽ മതിയെന്ന്, ഇത് ഫുള്ള് കറക്റ്റ് കിട്ടിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഇന്ന് ചെയ്യാം, എന്നിട്ട് ബാക്കി നാളേക്ക് ചെയ്യാം. നാളേക്ക് ഇത്രയും കൂടി നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റും സ്ട്രെയിൻ എടുത്തിട്ട്, കാരണം നാളത്തോടെ എന്റെ ആന്റിബയോട്ടിക്സ് ഏകദേശം ഒരു 4 ഡേ ആവും. അപ്പൊ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇമ്പയർമെന്റിന്റെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇമ്പയർമെന്റ് നമുക്ക് ESP ചെയ്യാം. ഓക്കെ, what is the value in use of item of equipment in 31st March 2070? അപ്പൊ ഏതാണ് വാല്യൂ ഓഫ് എക്യുപ്മെന്റ്? നമുക്ക് എല്ലാ ഇതും വാല്യൂ ന്യൂസ് ഡിഫറെന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ 220 into 9.1, 180 into 8.3, 170 into 7.5. ഇത് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൂടിയിട്ട് നമുക്ക് എത്ര വെച്ച് വരുന്നുണ്ട്? 220 into 0.91, 200, പിന്നെ 180 into 0.83, 149, 150, 200, 350 ഉണ്ട്. പിന്നെ 170 into 0.75, 127. അപ്പൊ 3, 4, 5, 500 വെച്ചിട്ട് ഏതെങ്കിലും 514. നേരെ ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ,
അതായത് ലാസ്റ്റ് ഇയർ എടുക്കുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ആ റെസിഡ്യൂൽ വാല്യൂ കൂടി ചേർത്തിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? What is the carrying amount of equipment immediately prior to impairment test as March 2017? March 2017, 31st March. First April 2015 കഴിഞ്ഞിട്ട് 800,000 minus 50,000 divided by 5. എത്ര വെച്ച് വരും? 750 divided by 5. 150. 150 2 കൊല്ലം കഴിഞ്ഞു. അപ്പൊ 300 വന്നു. 800 ന്ന് 300 കുറച്ച് കഴിഞ്ഞാൽ എത്ര ബാക്കി ഉണ്ടാവും? -300. 500. Prior to impairment. ഈ വാക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. ഇമ്മീഡിയറ്റ്ലി prior to impairment test. ഇമ്പയർമെന്റ് ടെസ്റ്റ് 2 കൊല്ലം കഴിഞ്ഞിട്ടായിരുന്നു. അപ്പൊ പ്രയർ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പത്തെ വാല്യൂ ആണ്. അപ്പൊ 500 ആണ് വാല്യൂ വരേണ്ടത്. ഓക്കെ അല്ലേ? അതും കിട്ടി. അത് കഴിഞ്ഞിട്ട് what is the carrying amount of tildes planned after accounting for impairment loss? അപ്പൊ ഇത് നമ്മുടെ CGU. ഇവിടെ recoverable amount എത്രയായിരുന്നു? 5.5. Explosion completely destroyed an item of plant carrying 500. അപ്പൊ പ്ലാന്റില് ഒരു 500 എന്തായാലും ആദ്യം എന്ത് കൊടുക്കണം? ഇമ്പയർമെന്റ് കൊടുക്കണം. അപ്പൊ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ 10,800 ആയിരുന്നു നമ്മുടെ total value minus 5,500. Now the recoverable amount you get 5,300, out of which ഒരു 500 എന്തായാലും പോണം. പിന്നെ ഗുഡ്വില്ലിന്റെ 1,800 എന്തായാലും പോണം. പിന്നെ നമ്മളോട് ഏതിന്റെയാണ് ചോദിച്ചിട്ടുള്ളത്? carrying amount of plant അല്ലേ. അപ്പൊ ബാക്കി 3,000 നമ്മള് into 3,000 divided by 3,000 plus 4,000. 7,000 minus 3,000. 30,000. 1, 2, 1285 point something ഉണ്ടായിരുന്നു. അപ്പൊ 1286 ആവും. അപ്പൊ 1714. കറക്റ്റ്. അതെ, ഗുഡ്വില്ല് മൊത്തം റൈറ്റ് ഓഫ് ചെയ്തു. അതേപോലെ ഇതില് പ്ലാന്റിൽ ആദ്യം 500 റൈറ്റ് ഓഫ് ചെയ്തു. പിന്നെ ഇവർക്കൊന്നും റൈറ്റ് ഓഫ് ചെയ്യണ്ട. ബാക്കിയുള്ളത് ഇവര് തമ്മിൽ പെർസെൻറ്റേജ് വൈസ് ചെയ്യും. 1714. ഓക്കെ അല്ലേ? ഇതും ഈസി ആയിരുന്നു. ഇത് ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ്സിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ അല്ലേ? ഇത് അത്രയും ടൈറ്റ് ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ,
In which two of the following assets must be tested annually for impairment in accordance to IAS 36? ഏതാണ് annually for impairment എപ്പോഴും പോവാ? Infinite life ഉള്ള assets. Software development has met the assets recognition criteria but yet to be fully completed. ഇതിന് impairment ഉണ്ടാവാം. Footballer acquired by the football club. അതിന് വരൂല. An operating license international road which have stated an indefinite life. Yes, ഇത് വരും. C യും വരണം. Patent registered for 5 years finite life വരൂല. മറ്റേതൊക്കെ finite life ഉള്ളത് വരൂല. Infinite life ഉള്ളതാണ് വരുള്ളൂ. Confirm. Yes, correct ആണ്. ഇത് easy question ആയിരുന്നു. Basic question which was നമുക്ക് സുഖമായിട്ട് crack ചെയ്യാൻ പറ്റുന്നത്. Which of the following cash flows will not be included in the calculation of assets value in use of accordance with IAS 36 impairment? ഏതാണ്? The cost of adding solar panels to factory roof to reduce heating and power cost, and annual maintenance cost, machinery. Which of the following cash flows will not be included for calculation of assets value in use of accordance with IAS 36? ഇതില് which of the following cash flows will not be included in the calculation of assets value in use എന്ന് ചോദിക്കുകയാണെങ്കിൽ first one നമ്മൾ asset വാങ്ങുന്ന cost value in use ൽ add ചെയ്യൂല. Yes, okay അല്ലേ? ഇത്രയായിരുന്നു നമുക്ക് എന്തിലുണ്ടായിരുന്നത്? ആ ഫുട്ബോളർ 4 ഇയേഴ്സിലേക്കായിരുന്നു ചെല്ലം, അതുകൊണ്ടാണ് വരാത്തത്. നമുക്ക് ഇമ്പയർമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആനുവലി ഓക്കെ, ഇൻഡെഫിനിറ്റ് ലൈഫ് വരുമ്പോഴാണ്. ബാക്ക് ടു ദിസ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ 1 ഓൺലി ആണ്. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഇമ്പയർമെന്റ് ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. ഇന്നേക്ക് നമുക്ക് ഇത്ര വെച്ചിട്ട് നിർത്താം. ബാക്കിയുള്ളത് കുറച്ചും കൂടി നല്ല ക്വസ്റ്റ്യൻസും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ഞാൻ തപ്പിയിട്ട് നമുക്ക് എടുത്ത് സെറ്റ് ആക്കാം. ഓക്കെ അല്ലേ? ബൈ, ടേക്ക് കെയർ. നമുക്ക് നാളെയും കൂടി ഇരുന്നിട്ട് ഇത്രയും